താൻ പറയാറുണ്ടല്ലോ, എന്നെപ്പോലെ പല ആളുകൾക്കും പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, ട്രിപ്പ് പോകുന്ന പോലുള്ള കാര്യങ്ങൾക്കൊക്കെ പണം ചെലവഴിക്കാൻ ഭയങ്കര മടിയാണെന്ന്. അതിന്റെ പറയിൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ റീസൺ ഉണ്ടോ? ഇതിന്റെ ഒന്നാമത്തെ ഒരു റീസൺ നമ്മൾ സൈക്കോളജിയിൽ ലോസ് അവേർഷൻ ബയസ് എന്ന് പറയും. അതായത് നമുക്കൊരു 10,000 രൂപ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാളും രണ്ടിരട്ടി വലുതാണ് ഒരു 10,000 രൂപ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ 10,000 രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന പെയിൻ. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കത് എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല. പകരം അവർക്ക് ആ പൈസ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു വേദനയാണ് ഉണ്ടാവുന്നത്. രണ്ടാമത്തെ ഒരു റീസൺ ചൈൽഡ്ഹുഡ് ഫിനാൻഷ്യൽ കണ്ടീഷനിങ് ആണ്. അതായത് ചെറുപ്പം മുതലേ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കൊരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് പൈസ എപ്പോഴും നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കണം, എപ്പോ വേണമെങ്കിലും നമുക്കിത് ഇല്ലാത്തൊരു സാഹചര്യം വരാം എന്നുള്ളതുകൊണ്ട് അവരുടെ കയ്യിൽ ഇപ്പോ പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അത് സ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മൂന്നാമത്തെ ഒരു റീസൺ ഫിനാൻഷ്യൽ ആങ്സൈറ്റി ആൻഡ് കൺട്രോൾ ആണ്. ഇവിടെ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചെലവഴിക്കേണ്ടി വരുമ്പോൾ അവർക്ക് അവരുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു പേടിയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവർക്ക് എത്രത്തോളം പൈസ അവരുടെ കയ്യിലുണ്ടോ അത്രത്തോളം കാര്യങ്ങളൊക്കെ എന്റെ കൺട്രോളിലാണ് എന്നുള്ള ഒരു ആശ്വാസവും ഉണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, മണി എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് എന്താണ് നൽകുന്നത്? സെക്യൂരിറ്റി ആണോ അതോ ഫ്രീഡം ആണോ?